എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവദർശിനി. ഞാനൊരു ബയോകെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയായി വിവിധ വൈറസുകൾ ലോകത്തെയും മനുഷ്യരെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നാം തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സാനിറ്റൈസർ എന്ന അണുനാശിനി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഹൈപ്പോക്ലോറസ് ആസിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് കാരണമാകുന്ന അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം നിർമ്മിക്കുന്ന ഒരു ജൈവ രാസപദാർത്ഥമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് നമ്മുടെ ശരീരത്തിലെ വെള്ള രക്താണുക്കളിൽ ഒരെണ്ണമായ ന്യൂട്രോഫിൽസ്, അതായത് ആക്ടിവേറ്റഡ് ന്യൂട്രോഫിൽസ് ആണ് ഈ ഹൈപ്പോക്ലോറസ് ആസിഡിനെ നിർമ്മിക്കുന്നത്. ആൽക്കഹോൾസ് ചേർന്ന സാനിറ്റൈസറിനേക്കാൾ 10 മടങ്ങ് ആരോഗ്യ സുരക്ഷിതത്വമുള്ള ഒരു pH ലെവൽ ബാലൻസ്ഡ് വാട്ടറാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് മുറിവുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യുവാനായിട്ട് ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതിന് സംഭരണ കാലാവധി വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമായിട്ട് 1970 വെള്ളവും ഉപ്പും ഒരു കൃത്യ അളവിൽ കൂട്ടിച്ചേർത്ത് ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയയിലൂടെ ശാസ്ത്രം വളരെ അത്ഭുതകരമായൊരു കണ്ടുപിടുത്തം നടത്തി. അതിനുശേഷം സംഭരണ കാലാവധി എന്ന ഷെൽഫ് ലൈഫ് പ്രശ്നത്തെ മറികടക്കാൻ സാധിച്ചു. അങ്ങനെ ലോക പ്രശസ്തമായ അമേരിക്കൻ US FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, US EPA എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങൾ ഹൈപ്പോക്ലോറസ് ആസിഡിനെ മികച്ച ഡിസിൻഫെക്റ്റൻ്റായി സ്വീകരിച്ചു. ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന സാനിറ്റൈസറിനേക്കാൾ 80 ഇരട്ടി ഫലപ്രദമാണ് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ്. നമ്മുടെ കൈയും പരിസരവും വസ്തുക്കളും എല്ലാം അണുവിമുക്തമാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മികച്ച ഡിസിൻഫെക്റ്റൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ആശുപത്രികൾ, ഹോട്ടലുകൾ, വിവിധ മാളുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യുവാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെ ഫലപ്രദമാണ്. അണുനശീകരണം സെക്കൻഡുകൾക്കുള്ളിൽ നടത്തുന്ന ഈ മാജിക്കൽ പ്രോഡക്റ്റ് മനുഷ്യ ശരീരത്തിന് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നില്ല. വെള്ളവും ഉപ്പും ഇലക്ട്രോലൈസറും ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ ഈ മാജിക്കൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ട ഡിവൈസ് എവിടെ ലഭിക്കും എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൊല്ലത്തെ ഗ്രീൻഗേറ്റ് എന്ന സ്ഥാപനം ഈ പ്രോഡക്റ്റിനെ 3 വേരിയൻറ്റുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഗ്രീൻഗേറ്റ് എന്ന കമ്പനിയുടെ ഫസ്റ്റ് വേരിയൻറ്റ് പ്രോഡക്റ്റാണിത്, ഗ്രീൻഗേറ്റ് ഡീടോക്സർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇത് വളരെ ഒരു മിനി പ്രോഡക്റ്റാണ്, അതായത് വളരെ സ്മോൾ പ്രോഡക്റ്റാണ്. അപ്പം ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് കണ്ടൻറ്റഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് അവരുടെ ഒരു ബ്രൗഷർ ഉണ്ട്. ഇതാണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, മിനിയേച്ചർ ഹൗസ് ഹോൾഡ് യൂസിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇത് അവരുടെ ഒരു ബ്രൗഷറാണ്, ഒരു ബുക്ക്ലെറ്റ് പോലുള്ള ബ്രൗഷർ. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഈ ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ യൂസസ് കണ്ടില്ലേ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്യാൻ നല്ലതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്രൗഷറിൽ കണ്ടൻറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് ബാലൻസ് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡീടോക്സർ പ്രോഡക്റ്റ്. വളരെ സേഫ്ലിയാണ് അവരിത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്, ഈ USB കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സോക്കറ്റും അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്കൊന്ന് തുറക്കാം. ഇതാണ് ഗ്രീൻഗേറ്റ് കമ്പനിയുടെ ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇതിൽ അവരുടെ ലോഗോയും പേരും ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു പാക്കിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ USB കേബിൾ ഈ സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്യുകയാണിത്. ബാക്കി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 ഗ്ലാസ് വെള്ളവും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഗ്ലാസിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ഈ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ മെഷീൻ അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇത് തിളുമ്പി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുക്കാനായിട്ട്. ഇത് നോർമൽ വാട്ടറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിന് 1 സ്കൂപ്പ് ഉപ്പ്, അതായത് 1 ടീസ്പൂൺ ഉപ്പ് എന്ന അളവിലാണ് നമ്മളിത് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾക്ക് എത്രത്തോളം വേണോ അത്രയും നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്കൂപ്പാണ്. അപ്പം ഇതിന് ഞാനൊരു
ഫുൾ സ്കൂപ്പ് ഇടില്ല, ഒരു ബേസ് താഴെ നിർത്തിക്കൊണ്ട് ഇത്രയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ആവണം. ഓക്കെ, അപ്പം നമ്മൾ ഈ മെഷീൻ ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് നിർത്തുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളം നിറയും. അതുകൊണ്ടാണ് തിളമ്പി പോകാത്ത രീതിയിൽ വെള്ളം എടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൽ എയർ ബബിൾസ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് 50 ppm ഹൈപ്പോക്ലോറസ് ആസിഡായിട്ട് മാറിക്കഴിയും. ppm എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ആണ്. അപ്പം ഒരു 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇത് 100 ppm ആവും. അങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കോൺസെൻട്രേഷനും കൂടിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഓരോ എയർ ബബിൾസ് വരുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു മെഷീനകത്ത് കണ്ടൻറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ്സ് ആണ്. അതായത് ടൈറ്റാനിയം ഇലക്ട്രോഡ്സ് ആണ്. ഒരു കാഥോഡും ഉണ്ടാവും, ഒരു ആനോഡും ഉണ്ടാവും. അതായത് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും. അങ്ങനെയാണ് ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഈ വാട്ടർ ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വിരൽ ഞാൻ കംപ്ലീറ്റ്ലി ഇതിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ഈ വെള്ളം ചൂടാവുന്നേ ഇല്ല. ഓക്കെ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടിപ്പോയി എന്നതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളൊരു സ്കൂപ്പ് ഉപ്പിട്ടില്ലേ, ഇപ്പോൾ ഉപ്പ് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലഗ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എക്യുപ്മെൻറ്റ് വെള്ളത്തിൽ നിന്നും എടുക്കുകയാണ്. ഈ പ്രോഡക്റ്റ് ഒരു വട്ടം യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ, അതായത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാതെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റണ്ണിങ് വാട്ടറിൽ ഇതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. അതായത് ഇപ്പോൾ ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് ഇച്ചിരി നല്ല ഫ്ലോയിൽ വരുന്ന വാട്ടറാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മേക്ക് ചെയ്ത ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിഷ്, മീറ്റ്, റോ റൈസ്, അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം പെസ്റ്റിസൈഡ്സ് അടിച്ചാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്യാനായിട്ട് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് മാത്രം മതി. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കുറേ വെജിറ്റബിൾ വാഷേഴ്സ് ആയിട്ടുള്ള ക്ലെൻസറൊക്കെ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ വെള്ളവും ഉപ്പും ഉപയോഗിച്ച് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്ന ഈ ഹൈപ്പോക്ലോറസ് ആസിഡാണ്. ഒരു തരത്തിലുള്ള വിഷാംശം ഈ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡിൽ ഇല്ല. അപ്പം നമ്മുടെ ദേഹത്തുള്ള എന്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, അതായത് താരൻ, ചൊറിഞ്ഞു പൊട്ടിയ പാടുകൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്ത് നമുക്കതെല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒരു വിധത്തിലുള്ള ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരാതിരിക്കാൻ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കീടനാശിനിയും അടിക്കേണ്ട ആവശ്യമില്ല. ഓരോ വീട്ടിലും ഓരോ സാനിറ്റൈസർ ഡിവൈസ് എങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് പരീക്ഷിച്ചു നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ കോവിഡ് കാലത്ത് ഇത് ഞങ്ങളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണ്. അണുവിമുക്തമാക്കേണ്ട ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരു മികച്ച പരിഹാരമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ച് എനിക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ്. അപ്പം നിങ്ങളും വാങ്ങിച്ചുപയോഗിക്കുമല്ലോ.